നല്ല വലിപ്പുണ്ട്. മറ്റേ ഈ സിനിമയിലെ മൗംഗ്ലിയിലെ ഇതൊക്കെ പോലെ ഉണ്ട്, ചെന്ന പോലെ. ഇത് പുതിയ ആൾട്ടാ, ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അതാണ്. നല്ല വലിപ്പുണ്ട് കേട്ടോ, അത് കിടിലാണ്. നല്ല നമ്മളെ അടുത്തൊന്നും പോലല്ല. ഓ മറ്റേ അതിന് എന്തായിരുന്നു ബ്രീഡ് എൻ്റെ പൊന്നെ? ഗോൾഡൻ റിട്രീവർ. അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും അതേപോലെ രോമം തന്നാൽ ഇത് നല്ല വലിപ്പം തോന്നിക്കും. ഈ ശരീരം തന്നെ ഉണ്ട് അത്യാവശ്യം. ഇവനാണ് നമ്മളെ ഇന്നലെ കൂട്ടുണ്ടായിരുന്നത് കേട്ടാ, അർജുൻ. അർജുൻ അർജുൻ വാല അർജുൻ അർജുൻ അർജുനൻ്റെ കൂടെ മുകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ ടോയ്ലറ്റിൻ്റെ ആവില്ല, അങ്ങനെ കുപ്പി വെള്ളം എടുത്ത് മുകളിൽ പോയി. വലിയ കുന്നാണ്. ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ പോയി അങ്ങോട്ട് നോക്കുമ്പോൾ പിറകെ അധികമായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ മോള് വരെ വന്നിട്ട് ഇവന് അടുത്തുനിന്ന് മാറുന്നുമില്ല. ഇവന് കുറച്ച് സെക്സി പോയാണ് തോന്നില്ല. ഇവനെ കുറച്ച് ഇവനത്ര ആളെ ശരിയല്ല. ഇവൻ എൻ്റെ പിറകെ തന്നെ ഇരുന്നുണ്ട്. എടാ എടാ ജയ്സ്, നമ്മൾ ഗ്രഹം വില്ലേജിലാണോ? ഇപ്പോൾ സമയം ഏകദേശം 9 മണി. അയ്യോ, ഞങ്ങൾ ആ ഒരു 7:45 എണീറ്റ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. നല്ല തണുപ്പുണ്ട്. ഞാൻ ക്യാപ്പൊക്കെ അഴിച്ചു വെച്ചാണ്. ക്യാപ്പ് ഇട്ടിട്ട് ഇന്നലെ മുതൽ ഇടാൻ തുടങ്ങിയതാ. ജാതി എന്തൊക്കെയായി പോയി. എന്നിട്ട് ഇപ്പോൾ ക്യാപ്പൊക്കെ അഴിച്ചേക്കാണ്. ഞങ്ങൾ പല്ലിച്ചില്ല. ഞങ്ങൾ ഇന്നലെ പല്ലിച്ചില്ല, ഇന്നും പല്ലിച്ചില്ല. അയ്യോ, ഇവിടെ എല്ലാവരും വന്നാൽ ഹോം സ്റ്റേ എടുക്കും കേട്ടോ. കാരണം ബാത്റൂം, വെള്ളം, ഫുഡ് എടുത്തേ പറ്റുള്ളൂ. നമ്മൾ മാത്രമാണ് എടുക്കാത്തത്. നമ്മളിന്നലെ എല്ലാവരും പറഞ്ഞു എടുക്കുക അങ്ങനെ ഇങ്ങനെ. എല്ലായിടത്തും പോയി ടെൻറ്റ് അടിക്കാൻ ചോദിക്കുമ്പോൾ ഇവർ പറയണത് ഹോം സ്റ്റേ എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം എന്നൊക്കെയാണ്. എന്നിട്ട് ടെൻറ്റ് അടിക്കാൻ പുറത്ത് തന്നെ അടിക്കാൻ 400 രൂപയ്ക്ക് പറയണം, 300-400 നടപടി ആവില്ല. എന്നിട്ട് ഞങ്ങൾ രാത്രി തപ്പി കണ്ടുപിടിച്ചൊരു സ്പോട്ടാണിത്. അയ്യോ, ഡീറ്റെയിൽ ആയിട്ട് ശ്രീയുടെ ബ്ലോഗിലുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. എനിക്ക് കുറേ വിഷ്വൽസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഫോൺ ഒട്ടും ചാർജ് ഇല്ല. എന്നിട്ട് ലാസ്റ്റ് പവർ ബാങ്കിലുണ്ടായ കുറച്ചൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചാർജ് ചെയ്തത്. 0-ലേക്ക് എത്തി, ഓൾമോസ്റ്റ് 2 ശതമാനത്തിലേക്ക് എത്തി. എന്നിട്ട് ഇപ്പോൾ ഓക്കെ, തൽക്കാലം രാവിലെ ഷൂട്ട് ചെയ്യാൻ. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു 12 മണിക്ക് താഴോട്ട് ഇറങ്ങും. അപ്പോൾ അതിന് മുന്നേ ഷൂട്ട് ചെയ്യാൻ പാകത്തിന് മൊബൈൽ ചാർജ് ആക്കിയിട്ടുണ്ട്. മൊബൈൽ വേറെ ഒന്നും എടുക്കണില്ല, ഓൺലി ഷൂട്ടിങ് മാത്രം. കാരണം ചാർജ് വൺഷോക്കാണ്, റേഞ്ചും ഇല്ല, ഒന്നുമില്ല ഇവിടെ. മൊബൈൽ വേറെ ആവശ്യത്തിന് എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ രാവിലെ തന്നെ ചേച്ചിമാർ കല്ലൊക്കെ പെറുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാ വീടുകളും കല്ലിലാണ് കെട്ടണത്. കല്ല് പ്ലസ് അതായത് നല്ല ചെങ്കല്ല് പോലത്തെ കല്ലും മരവും. കാരണം ഇവിടത്തേക്ക് മറ്റേ കല്ലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല താഴോട്ട്. അതുകൊണ്ട് ഇവിടുന്ന് കൊത്തിയെടുക്കുന്ന, പല ഭാഗത്തുനിന്നും കൊത്തിയെടുക്കുന്ന കല്ല് വെച്ചു. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ മരം നല്ലത്. ഇവിടെ കുറേ മരപ്പണിക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, ഓൾറെഡി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അതായത് ഈ കാണുന്ന എല്ലാ വീടുകളും അങ്ങനെയാണ് പണിതിട്ടുള്ളത്. ചിലതൊക്കെ എല്ലാം മരം യൂസ് ചെയ്തിട്ടുണ്ട്. ചിലത് ഇപ്പോൾ ഇവിടെ കെട്ടാൻ പോണ ഒരു വീടാണ് കേട്ടത്. ഇത് മൊത്തം ചെയ്തിട്ടുള്ളത് കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ലെയറായിട്ട് മരം വെച്ചിട്ടുണ്ട്. എന്തോ സ്റ്റേ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ രാവിലെ മുതൽ കല്ല് പെറുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കല്ലുകൾ. ഒരു കൊട്ടയിൽ കല്ല് പെറുക്കി എവിടെയാണോ കെട്ടേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അവിടെയാണ് കൊണ്ടുവരണം. അവിടെ ഒരു എന്തോ കെട്ടാൻ പോകുന്നുണ്ട്, അവിടെ കൊണ്ടിടും. എങ്ങനെയാണോ ഇവർക്ക് പൈസ? രാവിലെ മുതൽ നല്ല പ്രായം ഉണ്ട് കേട്ടോ ചേച്ചിമാർക്കൊക്കെ, 45-50 വയസ്സൊക്കെ ഉണ്ട്. ഇവർ ആ കല്ലും ചോദിച്ചിട്ടാണ് അത് മുകളിൽ നിൽക്കാൻ കാണുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഏറ്റവും മുകളിലാണ് പോയത്. ഞങ്ങളിവിടെ ചോദിച്ചു നോക്കി ടോയ്ലറ്റ്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല, ക്ലീൻ ഉണ്ടാവില്ല, നിങ്ങൾ ക്ലീൻ ആക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ വേറെ ആൾക്കാരൊക്കെ വന്നു വെച്ചാൽ അലമ്പാക്കി കാണും. നമ്മളൊക്കെ ബാത്റൂമിൽ, ഏത് ബാത്റൂമില്ല, റെയിൽവേ സ്റ്റേഷനിൽ ബാത്റൂമിൽ കയറിയാൽ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കാറുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ അവർ പറഞ്ഞിട്ടത് മനസ്സിലാവണല്ലോ, പിന്നെ നമ്മളത് വിട്ടു. പിന്നെ ശ്രീക്ക് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇന്നലെ ഫുഡൊന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി മൊത്തത്തിൽ വേറടിക്കേണ്ട വെച്ചിട്ട്, കാരണം ഇനി വ്ളോഗ് എടുക്കാനാണ്, നടക്കാനാണ്. അതുകൊണ്ട് ഞാൻ മോളിൽ പോയപ്പോഴേക്കും ഇവനും കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെ മോളിൽ ഭയങ്കര ഹൈക്കിങ് ആണ്, അത് ഭയങ്കര കയറ്റമാണ്, കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഏറ്റവും ടോപ്പ് പോയി. അവിടെ നിൽക്കാൻ നമുക്കിങ്ങനെ ചെരിവില്ല, അത് നിരപ്പായ പാതില്ല, മൊത്തം ചെരിവാണ്. എന്നിട്ട് ഒരു നിരപ്പായ പാത കണ്ടുപിടിച്ച് മോളിൽ പോയി അവിടെ കുഴിച്ചിട്ടാണ് ഞാൻ ടോയ്ലറ്റിൽ പോയി. എന്നിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. എന്നിട്ട് ഇത് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ച് സമയം എടുത്തിട്ട് ഇറങ്ങിയത്. എന്നിട്ട് കൂടെ കാരണം ഗ്രിപ്പ്, എൻ്റെ ഷൂക്ക് അത്യാവശ്യം ഗ്രിപ്പുണ്ട്. എന്നിട്ട് കൂടെ എനിക്ക് കാല് കണക്കുന്നത്, ഇത് ഭയങ്കര നമ്മൾ വെയിറ്റ് എടുത്തിട്ട് ഇറങ്ങുക. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ആകെ മൊത്തം പൊളിച്ചിരിക്കടിക്കുന്നത്. അതായത് ജലദോഷവും ചുവയാണ് നമുക്ക് ജലദോഷമാണ് പിടിക്കാത്തത്. ജലദോഷം മൂക്കിന്ന് വെള്ളം വന്നെടുക്കും. ഇങ്ങനെ ഒന്നാമത് തണുപ്പ് പ്ലസ് ആയതുകൊണ്ട് കേട്ടോ, തണുപ്പ് പ്ലസ് ജലദോഷം ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് എന്നാൽ പിന്നെ കഫം കൊണ്ട് എനിക്ക്. പിന്നെ ഓൾറെഡി കയ്യിലുള്ള മരുന്നൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യണേ. കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അതായത് ഇനി ഇതുപോലുള്ള തണുപ്പ് കിട്ടാനില്ല കേട്ടോ. ഇവിടെ ഐസൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് ഒരു കുപ്പി വെച്ചിട്ടുണ്ടായത്,
അതായത് വെള്ളം അത് ഐസിൻ്റെ കട്ട ഉണ്ട് അതിൻ്റെ മുകളിൽ രാവിലെ അടിച്ചപ്പോൾ അത്രയും തണുപ്പാണ്. പക്ഷേ ഇവിടെ സ്നോഫോൾസ് ഒന്നും അടുത്തിടെ വീണിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയ സമയത്ത് ഇവിടെയൊക്കെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞില്ല. വീട്ടിൽ നിന്ന് നോക്കിയ സമയത്ത് ഇവിടെ കസോള് അതായത് ഡിസംബർ ലാസ്റ്റൊക്കെ സ്നോഫോൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്നോഫോൾസ് ഇല്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതാണ്, ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-11 നേരം ഈ തണുപ്പുണ്ടാവും. എന്നിട്ട് പതിയെ കുറയത്തുള്ളൂ. എന്നാലും ഭയങ്കരമായി കുറയാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. ഇതാണ് നമ്മളെ ടെൻറ്റ്. അതായത് ഇതിൻ്റെ അകത്ത് ടെൻറ്റ് അടിക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. അത് കുറച്ച് നമ്മളെ ടെൻറ്റ് അത് കയറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതിൽ തന്നെ കടന്നു. പക്ഷേ ടെൻറ്റിൻ്റെ അത്ര ഇതില്ല കേട്ടോ, അതായത് പ്രൊട്ടക്ഷൻ ഇല്ല. തണുപ്പ് കിട്ടുന്നുണ്ട് അകത്തോട്ട്. ഞങ്ങൾ ചായ വെച്ചു. ചായ വെക്കുന്നതും ഇന്നലെ രാത്രി മാഗി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ വെച്ചു. ഇതൊക്കെ ശ്രീയുടെ ചായ അവിടെ ഇരിപ്പുണ്ട്. അത് തണുത്തു പോയി കേട്ടോ. ഞങ്ങൾ കുറേ ആക്കി, പിന്നെ ചൂടുള്ളാക്കി കുടിച്ചു. അപ്പോൾ അത് ശ്രീയുടെ വ്ളോഗിലുണ്ട്. നിങ്ങളെന്തായാലും ശ്രീയുടെ വ്ളോഗ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ചാർജില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാൻ പറ്റില്ല. പിന്നെ പുകയും കുറച്ച് സീനൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മൊത്തം അലമ്പായിരിക്കുകയാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് നിർത്ത സാധനങ്ങൾ, ജാക്കറ്റ്, ടെൻറ്റ് എല്ലാം അലമ്പായിട്ടിരിക്കുകയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ബാഗ് ഇവിടെ തന്നെ ഒതുക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡ്രോയിങ് ബുക്ക് ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ വരക്കാൻ പറ്റുകയാണെങ്കിൽ വരക്കണമെന്ന് വെച്ചിട്ട്. അയ്യോ, ഇത് ടെൻറ്റ് മുള കൊണ്ട് കെട്ടിയ കേട്ടോ. കൊള്ളാം, നല്ല നൈസ് ഐഡിയ ആണ്. അത് ഒരു പോസ്റ്റ് അവിടെ ഇട്ടു, ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടു, ക്രോസ് ഒരു ബാർ വെച്ചു, മുള വളച്ചു, ഒരു ഷീറ്റ് ഇട്ടു. അത് 2 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. ഇവിടുത്തെ ജോലിക്കാർ കിടക്കുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ ഇന്നലെ 200 രൂപയ്ക്കാണ് ഇത് എടുത്തത്. അതായത് കുറേ സംസാരിച്ചു, പിന്നെ വേറൊരു വഴിയും ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. പക്ഷേ 200 രൂപയ്ക്ക് ലാഭമായിരുന്നു, കാരണം നമ്മളിവിടെ അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ടോയ്ലറ്റ്, അടുപ്പ്, ചാർജിങ് പോയിന്റ്. പക്ഷേ എല്ലാം ഒത്ത് കിട്ടണല്ലോ. ലാസ്റ്റ് നമ്മൾ ഓക്കെ ചാർജിങ് പോയിന്റും ടോയ്ലറ്റും വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിത് അടുപ്പ്, കാരണം ഇവിടെ തന്നെ ചൂടുണ്ടാകുമ്പോൾ നമ്മൾ ചൂട് ചെയ്തു. അപ്പോൾ ചൂടാക്കിയപ്പോൾ ഇവിടെ ഒന്ന് ഹീറ്റായി. അപ്പോൾ തണുപ്പൊന്ന് കുറഞ്ഞു. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു ഗേസ്. അയ്യോ, ഇവിടെ രോമൊക്കെ ആയിട്ട് എൻ്റെ ഈ ഉമ്മയുടെ രോമം മറ്റവൻ പോയേട്ടാ ഗേസ്. ഇത് ഇവിടുന്ന് നിറച്ച വെള്ളമാണ്, തണുത്ത വെള്ളമാട്ടെ. ഇനിയിപ്പോൾ ചൂടാക്കാൻ പറ്റണല്ലോ. നല്ല തണുപ്പാണ്, നല്ല എളുപ്പമാണ്. വെള്ളം കുടിക്കുമ്പോൾ അടി കൂടെ പോണത് അറിയണ്ട് വെള്ളം, കാരണം ഇങ്ങനെ ഇവിടെയൊക്കെ തണുപ്പ് കിട്ടാണ്. കുടലിലൊക്കെ, ചെറുകുടലിലൊക്കെ മഞ്ഞൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ അവിടെയൊക്കെ ഹെജിങ്, അതായത് കയറാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ ഒരു 10 ദിവസം നിൽക്കേണ്ടി വരും, അല്ലാണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഗ്രഹംവില്ലിലോട്ട് എല്ലാവർക്കും കൗതുകമാണ്, കാരണം താഴേന്ന് നടന്നു വരുന്നത് പോസിബിൾ അല്ല. കാരണം ചിലവരൊക്കെ കയറി വയ്ക്കും, നമ്മൾ എസ്പെഷ്യലി നമ്മളെ മലയാളികളൊക്കെ കയറി വയ്ക്കും. പക്ഷെ ഇവിടുത്തെ രീതിയിലൊക്കെ വണ്ടിയൊക്കെ പിടിച്ചിട്ടാണ്. വണ്ടി പിടിക്കുന്നത് ലാഭമാണ്. അത് ചെറിയൊരു 300 രൂപ താഴെ മുതൽ 300 രൂപ കിട്ടുകയാണെങ്കിൽ ലാഭമാണ്. കാരണം അത്രയും നടക്കാറുണ്ട്. 10 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ഓൾമോസ്റ്റ് 8-8.5 കിലോ താഴെ നടക്കണം. പിന്നെ നല്ല കയറ്റമാണ്, ഒരു കിലോമീറ്റർ. അത് കുറച്ച് അഡ്വഞ്ചർ ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി കയ്യിൽ ലഗേജുകളുണ്ട്. നമ്മൾ ഇന്നലെ 1:30-ക്ക് 1:45 കിടന്നു തുടങ്ങിയിട്ട് നമ്മൾ മുകളിലെത്തിയത് ഏകദേശം 6 മണി. നമുക്ക് റൂം ഈ ടെൻറ്റ് സെറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് 7 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അത് കുറച്ച് സീനാണ്. ഇവിടെ ഒരു കുതിര ഉണ്ടോ, ഞാൻ കുതിര അടിച്ചത്. ഇവിടുത്തെ കഴുതയും ഉണ്ട്, കുതിരയും ഉണ്ട്. ഇത് കുതിരയാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇത് കുതിരയാണ്. കഴുതൊന്നും മനസ്സിലാവുള്ളത് എമ്പുരാനാ. ഇത് കുതിര കേട്ടോ. ഇത് വേറെ രീതിയിലുള്ള കുതിരയാണ്. ഇത് ചിലപ്പോൾ എന്താണെന്നറിയില്ല. ഇതിൻ്റെ മുകളിൽ ഇരുമ്പ് വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. ചിലപ്പോൾ ഇതിന് താഴേക്ക് കൊണ്ടുവരിക്കും, മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ. ഭയ കുതിര നാം ക്യാ ഹൈ? നീലു. ഓ, നീലു. ഇത് നീലു എന്നാണ് പേര്, പക്ഷെ അത് അതിൻ്റെ പേരായിരിക്കും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് അത് കഴുതിയാണ്, കുതിരയാണെന്നാണ്. ഇനിയിപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒരു കുതിരയ്ക്ക് എന്താണ് ഹിന്ദി പറയുന്നത്? നീലുതാ. അത് കുറച്ച് ഡാർക്കായി പോയി. അതില്ല ചാ, ഇത് കഴുതല്ല, കൂടെ വേറെ എന്തോ കിടത്തിപ്പെടുന്നത് താഴേക്കൂ. കുതിരയാണ്, കാരണം വാലങ്ങനെ കഴുതിക്ക് വരില്ല. വയസ്സ് കുതിരയാണ്. ഇതിന്റെ മുകളിലേക്ക് ഇട്ടോണ്ടോണേ. ഇതിന്റെ പൊന്നു മോനെ, ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ കൈ? കിട്ടില്ല വ്യൂ ആണ് ഗൈസ്, കിട്ടില്ല വ്യൂ.
ഇവിടെ കറണ്ടൊക്കെ ഉണ്ട്, കറണ്ട് ഉണ്ട്, വൈഫൈ ഉണ്ട്, സംഭവം എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടില്ലെന്ന് മാത്രം. അവിടെ റൂമിൽ സ്റ്റേ, അതായത് റൂം എടുക്കുന്നവർക്കേ ഇതൊക്കെ അനുവദിച്ചിട്ടുള്ളൂ. അവിടെ നമുക്കിതൊന്നും കിട്ടത്തില്ല ഗീസ്. അതൊരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, കിട്ടില്ലേലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കണക്കിന് ഇവിടുന്ന് വൈഫൈ വന്നിട്ട് എടുക്കാണ്ടിരിക്കുക നല്ലത്. നമ്മളെ നാട്ടിൽ വൈഫൈ ഉണ്ട്, നെറ്റുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ തന്നെ കാസർഗോഡത്തിൽ തന്നെ നെറ്റ് കിട്ടും. പിന്നെ ഇവിടെ വന്നിട്ട് വൈഫൈ എടുക്കണമെന്ന് ആവശ്യമില്ല. കാരണം നമ്മളിവിടെ മൊബൈൽ ഉപയോഗിക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. കാരണം ഞങ്ങൾക്ക് വേറെ ആവശ്യമില്ല. പക്ഷെ മൊബൈലിൽ നിന്ന് എടുക്കരുത്. ഇവിടെ വന്ന് സൈലൻ്റ് ആവുക, മെഡിറ്റ് ചെയ്യുക, ഇവിടെ വരാം, ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കുക. രസമാണ് കേസ് ഇവിടുത്തെ ആൾക്കാരെ കാണാൻ. ഇവിടെ പറ്റണമെങ്കിൽ മിണ്ട. ഞങ്ങൾക്ക് ഹിന്ദി അത്ര, എന്നാലും ഇപ്പോൾ പഠിച്ചിട്ടാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേക്കാളും പഠിച്ചിട്ടുണ്ട് ഹിന്ദിയൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ പാകത്ത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇവിടെ ലോക്കൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് മനസ്സിലാവും. അത് ഒട്ടും മനസ്സിലാവില്ല. ഹിന്ദിയൊക്കെ മിക്സാണ്, പക്ഷെ ഒട്ടും മനസ്സിലാവില്ല. മലയാളം പിന്നെ തീരെ അറിയില്ല. ഇവർക്ക് ആകെ അറിയുന്നത് ഹിന്ദിയും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജസ് ഒക്കെയാണ്. പിന്നെ മലയാളം, കൊങ്കണി, തമിഴ്, തെലുങ്ക്, ഉറുദു, മറാഠി, കാസർഗോഡ് എല്ലാം അറിയാം എനിക്ക്. ഞങ്ങളിവരുടെ ഇടക്ക് പറയാറുണ്ട്, കന്നഡ അറിയോ, തമിഴ് അറിയാതൊക്കെ കേൾക്കട്ടെ. ചുമ്മാ ഷോ ഇറക്കട്ടെ. ഇവർക്ക് വരെ ഹിന്ദി മാത്രമേ അറിയുള്ളൂ കേട്ടോ. മാത്രമല്ല ഹിന്ദിയിൽ തന്നെ ഇവരെ ലോക്കൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തീരെ കിട്ടുന്നില്ല. മറ്റേത് ചിലപ്പോൾ പറഞ്ഞാലെങ്കിലും മനസ്സിലാവും, ഓക്കെ. പക്ഷെ നമുക്ക് തിരിച്ചു പറയാൻ അറിയില്ല. അങ്ങനെ നമ്മൾ ഭയ്യ അമര കേരള പക്ഷെ ഞങ്ങൾ ഒപ്പിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവട്ടെ, അതൊരു സന്തോഷം. നമ്മളാ തുടക്കം അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പുറത്ത് കാണുന്ന ആ ബിൽഡിംഗ് ഒക്കെ, അവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് റൂം മറ്റേ സ്റ്റേ പരിപാടി ചോദിച്ചത്. പക്ഷെ അവന്മാർ കുറച്ച് മോട്ടായിരുന്നു അവന്മാർ, അതായത് അവന്മാർ അടിച്ച് കിറങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. വേണമെങ്കിൽ അവിടെ അടിച്ചു, 4 പറ്റൂല, അത് പറ്റില്ല, ഇത് പറ്റില്ല, ആ മൂലൊക്കെ അടിച്ചു. അത്രയും നീറ്റുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സ്ത്രീയൊക്കെ ചോദിച്ചിട്ട് ആ മൂലൊക്കെ കച്ചയുടെ അടുത്ത് അടിച്ചു നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പോഴേക്ക് ഇരുട്ട് വീണു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ ഫുഡ് മാഗിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി താഴോട്ട് ഇറങ്ങിയ മാഗി വെക്കാൻ കൂടെ പറ്റും ചിലപ്പോൾ. അപ്പോൾ ഇത് തീർക്കണം, എന്തായാലും തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങനെ ഒരു സ്പോട്ട് വേണം എന്ന് വെച്ച് പിന്നെ നടന്നു. പിന്നെ പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഓക്കെ, ഇവിടുത്തെ ആൾക്കാരൊക്കെ കുഴപ്പമില്ല. അത് കാരണം അങ്ങോട്ടത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്നുകൊണ്ട് കൂടുതൽ അങ്ങോട്ടൊക്കെ ഹോം സ്റ്റേയും അങ്ങോട്ടൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം, ബാഗൊന്നൊക്കെ സൈഡാക്കിയിട്ട് ഇറങ്ങാൻ വെച്ചിരിക്കുകയാണ്. 3 വീട് അപ്പുറം അതിൽ പോകാൻ വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ മുകളിൽ പോയപ്പോൾ അവിടെ നിന്ന് താഴെ ഐസ് കണ്ടായിരുന്നു ഇവിടെ കുറച്ച്. അത് ഐസാണോന്ന് അറിയില്ല, ഐസാണ്. അപ്പോൾ അതൊന്ന് വീടെടുത്തേക്കാം, കാരണം ഇവിടെ വേറെ ഐസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതെങ്കിലും എടുക്കണ്ടേ, അതെങ്കിലും എടുത്തേക്കാം. അയ്യാ, അതെ, ഇവിടുത്തെ തണുപ്പ് കാണിക്കണമല്ലോ നിങ്ങൾക്ക്. എന്തായാലും തണുപ്പ് കാണിച്ചു തരണ്ടേ, അപ്പോൾ എന്തായാലും ഐസ് കാണിച്ചു പറ്റുള്ളൂ. ഇതാണ് ഗീസ് ഐസ്, ഐസ് ഐസ് പാല, ഐസ് പാല. ഇത് 10 ഐസാട്ടാ. ഇതിവിടെ ഇന്നലെ വെള്ളം കെട്ടി നിന്നിട്ട് രാവിലെ ഐസാണ്. നല്ല നല്ല കല്ലൈസാണ് ഗീസ്, കല്ലൈസ്. ഞാൻ മോള് കണ്ടു, എനിക്ക് ഡൗട്ട് അടിച്ചത് ഐസാണത്. വിശ്വാസം പറഞ്ഞു അമ്മമാർക്ക്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്. നമ്മൾ പറഞ്ഞവർക്ക് വിശ്വാസം വരില്ലേ? എങ്ങനെയാണെന്ന് വെച്ചാ മറ്റേ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് വേറൊന്ന് പറയും ഇങ്ങനത്തെ ഐസിന് എന്തോ. ഇവരെന്താ ചെയ്യണ്? പക്ഷെ ഇതിലേക്ക് കുറച്ചില്ലേ നമ്മള് മറ്റേ ഐസ്, മറ്റേ എന്ത് ക്രീമോ മറ്റേ ടാങ്കെല്ലാം പൊടിച്ചിട്ടിട്ടില്ലേ, തിന്നത്. പക്ഷെ വെള്ളത്തിനാണ് ഇവരിങ്ങനെ ആക്കണേ. പക്ഷെ വെള്ളം ഇനി കിട്ടുമല്ലോ. ഇവിടെ ഇന്നലെ വെള്ളം കിട്ടുന്നുണ്ടോ പക്ഷെ എന്തെങ്കിലും അതില്ല, അത് ഐസായിരിക്കും. ഇവന്റെ പേരെന്താണെന്ന് ഞാൻ ഇവിടെയുള്ള ദീദിയോട് ചോദിച്ചു. അപ്പോൾ അവർ പറയണ് പേരൊന്നുമില്ല, ഇങ്ങക്ക് ഇഷ്ടമുള്ള വിളിച്ചോ. അവര് വരുന്നവരൊക്കെ എന്തൊക്കെ പേരെടുത്തിട്ട്, ഞങ്ങൾ അർജുൻ, ഞങ്ങൾ 2 പേർക്ക് അർജുൻ എന്നിട്ടായിരുന്നിട്ടാ. സിയാടി ഹോസ്റ്റലിലോ അർജുൻ കൊള്ളാം. ഇത് ഐസായിട്ട് നിങ്ങളെപ്പോഴും എൻ്റെ വ്ളോഗ് കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ശ്രീയുടെ വ്ളോഗും ചെക്ക് ചെയ്യുക. കാരണം ഇതിലില്ലാത്ത വിഷ്വൽസും അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഒക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം ശ്രീയുടെ, നിങ്ങൾ രണ്ടും ചെക്ക് ചെയ്യണം. ഞാൻ ക്ലോസറ്റിൽ പോയ
ഏത് വീഡിയോ ഒക്കെ ശ്രീയ മൊബൈലിൽ അത് 13 Pro അതിൽ 10x ഇട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ട്, വയറലായ ചെലവാണ്. ഉണ്ടായിരുന്നിട്ടാ, പക്ഷെ കുഴപ്പമില്ല, അത്രയൊക്കെ മതി. വേണേ കാണണോ ചായ ഇവിടെ മനുഷ്യ ഇവിടെ 10 ലെയർ ഇട്ടിട്ടാ വന്നിട്ടുള്ളത് അതിലെടുക്കാൻ. അമ്പോ എന്തായാലും ഐസിന്റെ ഷോർട്സ് കൂടെ എടുക്കാച്ചാ, അത് പറഞ്ഞിട്ട് എടുക്കാം. അത് ഇത് ഒറ്റ വീഡിയോ വെച്ചാ ഓക്കെ. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തോട്ടെ എന്നിട്ട്. അയ്യോ ഗേസ്, ഇവിടെ ടാങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ കട്ടായിരിക്കും കേട്ടാ. ഇപ്പം നമ്മൾ വന്ന സമയം കുറച്ച് തണുപ്പുണ്ട്, എന്നാൽ പോലും ഷോർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഉപകാരമായി കേട്ടോ. ഇത് അല്ലെങ്കിൽ നമ്മൾ ചത്താനെ, നമുക്ക് ചിലപ്പോൾ റൂം എടുക്കേണ്ടതാണ്. ഇവിടുത്തെ ടാങ്കൊക്കെ ചിലപ്പോൾ കട്ടായി പോകുന്നുണ്ടാവും ചില സമയത്തൊക്കെ. പിന്നെ ഇവിടെ എല്ലാം ഹീറ്റർ അത് ഇതെല്ലാം അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല പൈസയാണ് മച്ച്. ഇവിടുത്തെ ഹോം സ്റ്റേ ഒക്കെ എങ്ങനെയാണ് പൈസയൊക്കെ വല്ല ഐഡിയ ഉണ്ടോ? എന്തായാലും നല്ല പൈസ അറിയാം. നമ്മളോട് 400 രൂപ 300 രൂപ ടെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാര് 500 രൂപയാണ് നമ്മൾ ആദ്യം മച്ച. അത് ഇടിഞ്ഞു കേട്ടോ, അവിടുത്തെ കല്ല് അവിടെ കല്ലിങ്ങനെ അട്ടിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇടിഞ്ഞാണ്. നമ്മുടെ 500 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരത് നല്ല ടീം, അത് വൈഫൈ പ്ലസ് ഹീറ്റർ പ്ലസ് റൂം പ്ലസ് എത്രയുണ്ടാവും? 1500 1000 രൂപ മിനിമം പറയുണ്ടാവും. നമ്മൾ 2000 കൊണ്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലം കവർ ചെയ്യാം. 2 ദിവസം ഓടും 2000 രൂപക്ക്, മിനിമം 3 ദിവസം ഓടും. 2 ലക്ഷറി ആയിട്ട് 2 ദിവസം, ലക്ഷറി ആയിട്ടാണെങ്കിൽ 2 ദിവസം സുഖമായിട്ട് ഓടും. അതായത് നമ്മളെ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ മറക്കൊണ്ട് ഞങ്ങളുടെ ഈ ട്രിപ്പില് കൊണക്കല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നിട്ടുള്ള ഇതേ ഇവിടെ ഉണ്ട് കസോളായിരിക്കുമല്ലോ. അതായത് സ്റ്റാർട്ടിങ് ടു, അതായത് ചണ്ഡീഗഡ്. എടാ നമുക്ക് സംസാരിച്ച് തീർക്കാം. എന്ത് പ്രശ്നം നീ മനുഷ്യനാണില്ലാത്ത പോലെ ഈഗോ ഉണ്ട്. ഇവൻ തുടക്കം മുതലേ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അവൻ വലിഞ്ഞു കയറി വന്നാ കേട്ടോ. അപ്പൊ ഇവൻ വരുമ്പോ ഇവന് ആരാടാ എന്റെ കൂട്ടില് അതിഥി എന്നുള്ളത്. ഇവന് വലിപ്പുണ്ട്, പക്ഷെ ചിലപ്പോ ഏജ് കൊണ്ട് ഇവനായിരിക്കും മൂത്ത് കേട്ടോ, എനിക്ക് തോന്നുന്നു. ഇവന് നല്ല പ്രായമുണ്ട്, കള്ളക്കളവാ. എടാ മോനെ നീ ഈശ്വര, ഒരു ഗ്ലൗണ്ട് ടച്ചും പറ്റുന്നില്ല. മുത്തുമണിയെ ഇവര് എടുക്കണ ഐസൊക്കെ, ഇത് ഐസ് കഴിക്കണേ. പിന്നെന്താണ് ഈശ്വര